ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. സോ ഇന്നലെ നമ്മൾ ടൈം ടേബിളിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് ഉണ്ട്. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. ഇന്ന് ഡേ 2 ടൈം ടേബിളുമായിട്ടാണ് ഈ വീഡിയോ. അപ്പം എന്നും ഞാനിങ്ങനെ ഈ ടൈം ടേബിളിൻ്റെ ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ ഡെയിലി വീഡിയോ ഇടില്ല. എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോ ഇടാം. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അവിടെ മേലെ വീഡിയോ, ഷോർട്ട്, ലൈവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ കമ്മ്യൂണിറ്റി എന്നുണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ കാണാൻ പറ്റും. ഡെയിലി രാവിലെ ഇടുന്ന ടൈം ടേബിൾ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ പേര് രാവിലെ കമന്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റണ പോലെയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടായിരുന്നു, ബിഗിനേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരും കമന്റ് ഇട്ടപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് പറ്റണ അത്ര റിപ്ലൈ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കില് കേരളം അടിസ്ഥാന വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത് ടോപ്പിക് എടുത്ത് പറയുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അടിസ്ഥാന വിവരങ്ങൾ, ഇപ്പൊ കേരളം രൂപീകൃതമായത്, അതുപോലെ ഏറ്റവും വലിയ ജില്ല, ചെറിയ ജില്ല, അതുപോലെ എത്ര കായലുകൾ, നദികളുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷി, മൃഗം, അങ്ങനത്തെ കേരളത്തിനെ കുറിച്ചിട്ട് എന്താണ് കേരളം എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേരളം അടിസ്ഥാന വിവരങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അതിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഉണ്ട്. ജോയിൻ ചെയ്തവർക്ക് അതിന്റെ നോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ എനിക്ക് തോന്നുന്നു 6 മാസം ആണോ 5 മാസമാണോ എനിക്ക് ഓർമ്മയില്ല, അത്രയും ഉന്നത്തെ PDF നോക്കിയാലായിരിക്കും കാണാം. ഞാൻ ഓരോ ദിവസം ഓരോ PDF ആയിട്ടാണ് ഇട്ടിട്ടുണ്ടാവുക. ഒരു ദിവസം തന്നെ എല്ലാ PDF ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ PDF ഇട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിന്റെ നോട്ടിന്റെ. ഓക്കെ. അപ്പം കാണാത്തവരാണെങ്കിൽ, അത് തെരഞ്ഞിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ PDF ഞാൻ പേര് എഴുതി തന്നെ ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ കയറുക. അതിൽ കയറി കഴിഞ്ഞാൽ ലിങ്ക് PDF ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ PDF ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇട്ട PDF പേരായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം എങ്ങനെയാണ് അത് കാണേണ്ടത്. ഓക്കെ. അപ്പൊ അതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ എന്താ ഉള്ളത്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പറയൂ, ഏതാണ് ചെയ്യേണ്ടതെന്ന് പറയൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഞാൻ തരാണ്ടിരുന്നത്. പക്ഷെ നമുക്ക് ഇനിയുള്ള ടൈം ടേബിൾസിലൊക്കെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഞാൻ മിക്കവാറും ആഡ് ചെയ്യും. പിന്നെ നമുക്ക് ശനി ഞായറും റിവിഷന് വേണ്ടിയിട്ടുള്ള ഡേ ആയിരിക്കും. നമ്മൾ ഒരു വീക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനി ഞായറും അത് റിവിഷൻ ചെയ്യാനുള്ള ദിവസമായിരിക്കും. കാരണം നമുക്ക് റിവിഷൻ ഇല്ലാണ്ട് നമ്മൾ ഈ പഠിച്ചതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. റിവിഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശനി ഞായറും റിവിഷൻ ആയിരിക്കും. തിങ്കള തൊട്ടിട്ട് വെള്ളിയാഴ്ച വരെ പഠിക്കാനുള്ള ടൈം ടേബിൾ ഉണ്ടാവും. മാക്സിമം സിലബസ് കവർ ചെയ്യുക എന്നുള്ളൊരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നമ്മൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ചിലവർക്ക് ടോപ്പിക്സ് കൂടുതലായിരിക്കാം, ചിലവർക്ക് കുറവായിരിക്കും. എന്നാലും ഞാനും കൂടെ പഠിക്കുന്നത് കൊണ്ട് എനിക്കത് കമ്പയർ ചെയ്യാൻ പറ്റും, എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ ഞാൻ ബിഗിനർ അല്ല, ഞാൻ കുറച്ചായി PSC വന്നിട്ട്. പക്ഷെ ബിഗിനേഴ്സിന് കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാൻ 2 ദിവസം വേണ്ടി വരും. കുഴപ്പമില്ല, നിങ്ങൾ 2 ദിവസം എടുത്തോളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്ക് പഠിച്ചാൽ മതി. നിങ്ങൾ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പഠിച്ചു വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ശരിയായിക്കോളും. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ടെലിഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നുണ്ട്, പേഴ്സണൽ മെസ്സേജ് അയക്കാം എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ ഒരു കുട്ടി പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഭയങ്കര ഉപദ്രവമായിരുന്നു. അതൊരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ബ്ലോക്ക് ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പൊ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഞാൻ എല്ലാവരും പറഞ്ഞതല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ PSCനെ കുറിച്ചുള്ള ഈ ചാനലിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ, നോട്ട്സിനെ പറ്റിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കുറെ പേര് ഇന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ചെയ്തു. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്റെ തിരക്കുകളും അതെല്ലാം, ഇന്നിപ്പോ പെരുന്നാൾ ആയതുകൊണ്ടാണ് ചിലപ്പോൾ കമന്റ്സ് ഒക്കെ റിപ്ലൈ വൈകിട്ടുണ്ടാവും. അപ്പോ എന്തായാലും എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ടോ എങ്ങനെ മനസ്സിലാലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ഏതെങ്കിലും വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്താലും ഞാൻ റിപ്ലൈ തരും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പെട്ടെന്ന് എന്താ പറയാ, ഭയങ്കര ക്ഷീണമുണ്ട്. ഉച്ചയ്ക്ക് കിടക്കാന്നുള്ള രീതിക്ക് വന്നതാണ്. പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് കൂടുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ ഉച്ചയ്ക്ക് എപ്പോഴാണ് 3 മണി ആകുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ 4 മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ കുറച്ച് കാര്യങ്ങളുണ്ട്, എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയൊക്കെയോ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കണു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചെയ്താൽ മതി. പിന്നെ ടെലിഗ്രാമിൽ ജോയിൻ
ചെയ്യണവർ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ടെലിഗ്രാമിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് ഞാൻ ലിങ്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കമന്റ് ആയതുകൊണ്ട് ക്ലിക്ക് ചെയ്യാൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മെമ്പർഷിപ്പ് എടുത്തവരാണെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുക്കാം. നോട്ട്സും കാര്യങ്ങളും ടെലിഗ്രാമിൽ ഉണ്ടാവും. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം പോസ്റ്റിൽ പോയി കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ലിങ്ക് കാണാം. ടെലിഗ്രാം ജോയിൻ ലിങ്ക് ഇത് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ടെലിഗ്രാമിലോട്ട് പോകും. ഓക്കെ അല്ലേ? പിന്നെ അതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡേ 2 ടൈം ടേബിൾ നോക്കാം. അതായത് നമുക്ക് നാളെ പഠിക്കാനുള്ളത്, ഞാനിപ്പോ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നാളെ എന്ന് പറയുന്നത് കേട്ടോ. 21-ാം തീയതി പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അതില് മാത്സിലെ ടോപ്പിക് നമുക്ക് വ്യത്യാസമില്ല. മാത്സ് ഞാൻ മാറ്റിയിട്ടില്ല. കാരണം ഒരു ദിവസം കൊണ്ട് ലസാഗ് ഗുസാഗ് തീർക്കാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ബിഗിനേഴ്സിനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയണത്. കുറേ നമ്മള് അന്നത്തെ വീഡിയോയില് മാത്സിന്റെ ടോപ്പിക് നമ്മൾ വയസ്സുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു 2-ാമത്തെ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് മാറ്റിയിട്ടോ. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കുറച്ച് ചേഞ്ചസ് ഒക്കെ ഞാൻ ചിലപ്പോൾ വരുത്തും. അത് പഠിക്കണതിനനുസരിച്ചിട്ടിരിക്കും. മാത്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ദിവസം എടുക്കാം. ലസാഗ് ഗുസാഗ 2 ദിവസം ആക്കാം. ഓക്കെ. അപ്പൊ മാത്സിൽ നമുക്ക് ലസാഗ് ഗുസാഗയാണ്. പിന്നെ ഭരണഘടനയാണ്. അതിൽ ആർട്ടിക്കിൾസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലെല്ലാ ആർട്ടിക്കിൾസും നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ പഠിക്കാം. ഓക്കെ. അപ്പോൾ എക്സ്ട്രാ ഒരു ദിവസം കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് പിറ്റേ ദിവസം വേറെ ടോപ്പിക് അത് എടുത്താൽ മതി. ഭരണഘടനയിലെ ആർട്ടിക്കിൾസ് ആണ്. പിന്നെ ബയോളജിയിൽ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബയോളജിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയസ് ആണ്. നല്ല വെള്ളം പോലെ പഠിക്കുക. ഓക്കെ. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളാണ്. പിന്നെ 2025 ജനുവരി മാസത്തിലെ 15-ാം തീയതി ടു 30-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ നേരത്തെ 1 to 15 വരെയുള്ള പഠിച്ചിട്ടുണ്ട്. ഇത് 16 ശരിക്കും ആക്കേണ്ടത്. ഞാൻ 15 ആക്കി പോയി. കുഴപ്പമില്ല, 15 to 30 ഇരിക്കട്ടെ. ഓക്കെ. പിന്നുള്ളത് SCRT ആണ്. നമ്മൾ നേരത്തെ SCRT ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 5-ാം ക്ലാസ്സിൽ. ഇനി പഠിക്കാനുള്ളത് 5-ാം ക്ലാസ്സിലെ സയൻസിലെ ചാപ്റ്റർ 1 ഒറ്റയല്ലൊരു ജീവിതമാണ്. നമ്മൾ നേരത്തെ പീലിയുടെ ഗ്രാമമാണ് പഠിച്ച്. ഇത് സയൻസിലെ ചാപ്റ്റർ 1 ഒറ്റയല്ലൊരു ജീവിതം. ഓക്കെ അല്ലേ? ഇനി PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. കോഡ് എന്ന് പറയുന്നത് LGS ലെവലുള്ള തന്നെയാണ് കേട്ടോ. നമുക്ക് ആദ്യം 2025 പോവാം, പിന്നെ 24 പോവാം, പിന്നെ 23 പോവാം, അങ്ങനെ പോവാം കേട്ടോ. ഓക്കെ. 117/2025 M. ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആൻസർ കീയും കിട്ടും. എക്സ്ട്രാ ആൻസർ കീന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ അതും കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ക്വസ്റ്റ്യൻസും OMR ഷീറ്റിൽ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പഠിക്കുക. OMR ഷീറ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം കൺസ്യൂമിങ് കിട്ടും. ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ആ ബബിൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ടൈം പോകും. അപ്പൊ എക്സാമിന് പോണ സമയത്ത് ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് വേണ്ടി പറ്റും. അപ്പോൾ OMR ഷീറ്റിൽ തന്നെ കൊടുക്കാം. OMR ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ. വേണ്ടവർ പോയി വാങ്ങിച്ചാൽ മതി. പല റേറ്റിലുള്ളത് കൊണ്ട് പല പേപ്പേഴ്സ് കണക്കിന്, അതായത് 100 ഷീറ്റിന് ഉണ്ടാവും, 50 ഷീറ്റിന് ഉണ്ടാവും. അപ്പൊ എത്ര വേണ്ട വെച്ചാൽ അത് വാങ്ങിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലൊക്കെ ഈ OMR കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയിലൊക്കെ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 117/2025 M ആണ്. ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഡേ 2 ടൈം ടേബിൾ ആണ് ഇത്. ഇത് ഞാൻ എന്ത് ചെയ്യും? നാളെ രാവിലെ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്യും. ഒരു 6 മണിക്ക് ചെയ്യാം. ഓക്കെ. ഞാൻ ഇന്ന് എത്ര മണിക്ക് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. 5:30 ആണോ 5:45 ആണോ 6 മണിയാണോ ഓർമ്മയില്ല. അപ്പൊ ഞാൻ 6 മണിക്ക് ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ചെയ്യും. ശനിയും ഞായറും നമുക്ക് റിവിഷൻ ഡേ ആയിരിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു 5 ദിവസം പഠിക്കുക, 2 ദിവസം അത് പഠിച്ചത് റിവിഷൻ ചെയ്യാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. ആ ഒരു ആഴ്ചയിൽ മാത്രം ചെയ്താൽ പോരാ. മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇന്ന് പഠിച്ചത് നാളെ പഠിക്കാം, പിന്നെ 3 ദിവസം കഴിഞ്ഞ് പഠിക്കുക, പിന്നെ 7 ദിവസം കഴിഞ്ഞ് പഠിക്കുക. അങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിച്ചത് മറക്കില്ല. ഓക്കെ അല്ലേ? മാത്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ടെലിഗ്രാം ചാനലിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ജെറിൻ സാറിന്റെ ട്രിക്ട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലിലൊക്കെ ഈ പറഞ്ഞ ടോപ്പിക്കും കവർ ആക്കിയിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസും സാർ ഇട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഒക്കെ അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി വേറെന്തോ നിങ്ങൾക്ക് കാര്യം കൂടി പറയാൻ വന്നു. പക്ഷെ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ചടപടേന്ന് വന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ടെലിഗ്രാം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക്, മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ അല്ലേ?
പിന്നെ ഡൗട്ട് ഒന്നും ഇല്ല വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഡേ 3 ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയേണ്ട താഴെ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാ ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാ കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ ബൈ.